+1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് myself റൊസാരിയോ ആൻഡ് ഐ എം ഫാക്കൽറ്റി ഓഫ് ഫിസിക്സ്, പ്രസിഡൻസി, എൻട്രൻസ് അക്കാഡമി. ഇനി അടുത്തതാണ് നമ്മൾ ഡൈമെൻഷണൽ അനാലിസിസിലേക്ക് പോവാണ്. എന്താണ് ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ SI യൂണിറ്റ് സിസ്റ്റം ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? ലെങ്ത്ത്, മാസ്, ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മളിപ്പോൾ ലെങ്ത്തിനെ നമ്മൾ എങ്ങനെയാണ് മീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ലെങ്ത്തിന് ഒരു ഡയമെൻഷൻ, അതായത് അതിൻ്റെ ആ നേച്ചർ, അതല്ലെങ്കിൽ ആ ഫിസിക്കൽ നേച്ചറിനെ കാണിക്കുന്നത് അതൊരു ഡയമെൻഷനായിട്ട് എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, സോ ലെങ്ത് ഈസ് എ ഡയമെൻഷൻ, മാസ് ഈസ് അനദർ ഡയമെൻഷൻ, ടൈം ഈസ് അനദർ ഡയമെൻഷൻ. എന്നിട്ട് ഈ ബേസിക് ഡയമെൻഷൻ വെച്ചിട്ട് ബാക്കിയുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷനെ നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ്. ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, വെദർ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഓർ ഫണ്ടമെൻ്റൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെല്ലാത്തിനും ഒരു ഡയമെൻഷൻ ഉണ്ടായിരിക്കും. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനൊക്കെ ഒരൊറ്റ ഡയമെൻഷനും, ഈ ഫണ്ടമെൻ്റൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് ഡിറൈവ് ചെയ്യുന്ന ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈമെൻഷണൽ അനാലിസിസിൽ ആദ്യം തന്നെ നമുക്ക് ഡൈമെൻഷണൽ ഇക്വേഷൻ എന്താണെന്ന് അറിയണം, ഡൈമെൻഷണൽ ഫോർമുല എന്താണെന്ന് അറിയണം. ആദ്യം തന്നെ ഫോർമുല പറയാം. ഫോർമുല എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ബേസിക് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസിൻ്റെ ആ 7 ഡയമെൻഷൻ ഉണ്ടല്ലോ, ആ ഡയമെൻഷൻ ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ നമ്മൾ എഴുതും, റേസ് ടു സം പവേഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ഡയമെൻഷണൽ ഫോർമുല. ഇനി ഏത് ക്വാണ്ടിറ്റി ആണോ നമ്മൾ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചത്, ആ ക്വാണ്ടിറ്റിയുമായിട്ട് നമ്മൾ ഈ ഫോർമുലേനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ഞാനൊരു എക്സാമ്പിൾ ചെയ്തുതരാം. നമുക്കറിയാം, ഇപ്പോൾ ബേസിക്, അപ്പോൾ നമ്മളിനി ഡൈമെൻഷണൽ അനാലിസിസിലോട്ട് പോവുകയാണ്. ഡൈമെൻഷണൽ അനാലിസിസിൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കാണുന്നത്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബേസിക് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത്തിൻ്റെ ഡയമെൻഷന് സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ L ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ ഐ ഗോട്ട് മൈ ഡയമെൻഷൻ ഫോർ ലെങ്ത്. നെക്സ്റ്റ് mass denoted by capital M in square brackets. Then time capital T in square bracket. Now electric current is represented by capital A in square bracket. Amount of substance denoted by mole in square bracket. Then we have luminous intensity denoted by candela in square brackets. And we have one more, that is temperature denoted by Kelvin, K in square bracket. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ഡയമെൻഷണൽ ഫോർമുല എന്ന് എഴുതാം. ഇതിനൊക്കെ പവർ 1 ആണ് അല്ലേ? ഇനി ഈ ക്വാണ്ടിറ്റീസിന് പവറും വരും, വേരിയസ് കോമ്പിനേഷൻസും വരും. അപ്പോൾ ആ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം, മാസ് ബൈ വോള്യൂം ആണ്. മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ M ആണ്. വോള്യത്തിൻ്റെ ഡയമെൻഷൻ L³ ആണ്. സോ ഇതിനെ നമുക്ക് L³ മുകളിലേക്ക് കൊണ്ടുപോകാം. സോ ml⁻³ is the dimension of density. ഈ ml⁻³ എന്ന് പറയുന്നതാണ് ഡയമെൻഷണൽ ഫോർമുല. ഇനി ഡെൻസിറ്റി ഇപ്പുറത്ത് വന്ന്
നമ്മൾ ഈ ഡെൻസിറ്റീനെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ ആൻഡ് ദ ഇക്വേഷൻ ഇസ് നോൺ ആസ് ഡൈമെൻഷണൽ ഇക്വേഷൻ. മനസ്സിലായോ? അപ്പോൾ ഡൈമെൻഷണൽ ഫോർമുലയും ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുമ്പോൾ അത് ഇക്വേഷനായി, ഇത് മാത്രം എഴുതുമ്പോൾ നമുക്കത് ഫോർമുലയായി. ഫോർമുലയുടെ പ്രത്യേകത എന്താ? ബേസിക് ഡൈമെൻഷൻസിനെ പവേഴ്സായിട്ട് റേസ് ചെയ്യാണ്. ഇതാ ഇവിടെ -3 വന്നു, ഇതിനൊന്നും തന്നെ പവറില്ല. ഇതാ ഇവിടെ -3 വന്നു, ഇത് ഡിവിഷൻ വന്നു, ഇവിടെ ഇതാ ml⁻⁻3. ഓക്കെ, സോ ഇത്തരത്തിൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈമെൻഷണൽ അനാലിസിസ് എന്ന് പറയുക. സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡെൻസിറ്റി നമ്മൾ ചെയ്തില്ലേ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വളരെ ബേസിക് ആയിട്ട് തുടങ്ങാം. ബേസിക് ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ളത് നമുക്ക് ഏരിയയുടെ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? സോ ഡൈമെൻഷൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ L ആണ്. സോ ദ ഡൈമെൻഷൻ ഈസ് L² ആൻഡ് ദ യൂണിറ്റ്, ഇതിൻ്റെ കൂടെ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് ഈസ് മീറ്റർ². SI യൂണിറ്റ് ഈസ് മീറ്റർ². ഇനി വോളിയം ആണെങ്കിലോ, വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ എന്ത് വരും? L ഇൻറ്റു L. സോ ഇറ്റ് ഈസ് L³. ഓക്കെ, L³ ദ യൂണിറ്റ് ഈസ് എന്തായിരിക്കും? യൂണിറ്റ് മീറ്റർ³. ഓക്കെ, ഇനി അടുത്തത് ഫോഴ്സിൻ്റെ നോക്കാം നമുക്ക്, അല്ലെങ്കിൽ വെലോസിറ്റി ചെയ്യാം. വെലോസിറ്റി നെക്സ്റ്റ് വി ഹാവ് ദ ഡൈമെൻഷൻ ഫോർ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ലെങ്ത്, ടൈം ഇൻ t. ദാറ്റ് ഈസ് L⁻⁻1. Unit is meter per second. Next we have acceleration. What do you mean by acceleration? Acceleration is equal to velocity by time. That is L⁻⁻1 whole divided by t. That is L⁻⁻2. Unit, what is the unit? meter per second square or meter second raised to -1. ഇതിനെന്താ നമുക്ക് മുകളിലേക്ക് എഴുതാം. m second raised to -1, here m second raised to -2. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡൈമെൻഷൻ ഡിറൈവ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇനി ഫോഴ്സിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഫോഴ്സ്, വാട്ട് ഡു യു മീൻ ബൈ ഫോഴ്സ്? ഫോഴ്സിൻ്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് F is equal to ma, mass into acceleration. m എന്ന് പറയുമ്പോൾ എന്താണ്? mass. So the dimension is m. Acceleration, as we have already said, it is L⁻⁻2. The force is mL⁻⁻2. mL⁻⁻2. And the unit is, നമുക്കറിയാം SI unit is Newton. ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിനെയാണ് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. 1 ന്യൂട്ടൺ is equal to 1 kilogram meter per second square. And the SI unit is ഫോഴ്സ് കിട്ടിയില്ലേ? ഇനി പ്രഷർ, ഓരോന്നിൻ്റെയും ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഡൈമെൻഷൻ ചെയ്യാം. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. സോ വാട്ട് വിൽ ബി ദ ഡൈമെൻഷൻ? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ഈസ് mL⁻⁻2 by L². So the answer is mL⁻⁻1 T⁻⁻2. mL⁻⁻1 mL⁻⁻1 T⁻⁻2. ഇങ്ങനെ പ്രഷറിൻ്റെ കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. നമുക്ക് തെർമൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടിറ്റീസ് ഉണ്ട്, കോൺസ്റ്റൻറ്റുകളുണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം ഇവിടെ ചെയ്യൽ പ്രാക്ടിക്കൽ അല്ല. സോ വി വിൽ ഡു സം എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. പ്ലീസ് ഫൈൻഡ് ദ ഡൈമെൻഷൻ ഓഫ് തീറ്റ, ആംഗിൾ തീറ്റ. തീറ്റയുടെ ഡൈമെൻഷൻ കണ്ടുപിടിക്കണം. തീറ്റയുടെ ഡൈമെൻഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? തീറ്റയുടെ ഇക്വേഷൻ അറിയാം അല്ലേ നമുക്ക്? ആർക്ക് ബൈ റേഡിയസ്. സോ ആർക്ക് എന്ന് പറഞ്ഞാലും ലെങ്ത് ആണ്, റേഡിയസ് എന്ന് പറഞ്ഞാലും ലെങ്ത് ആണ്. സോ വാട്ട് ഈസ് ഇറ്റ്? ദ ഡൈമെൻഷൻ ഇതും വെട്ടിപ്പോയി. സോ m⁻⁻0 L⁻�0 T⁻�0. That is, theta is a dimensionless quantity. ഡൈമെൻഷൻ ഇല്ല, പക്ഷെ അത് വേരി ചെയ്യും. തീറ്റയുടെ വാല്യൂ വേരി ചെയ്യും. നമുക്ക് തീറ്റയ്ക്ക് വേണമെങ്കിൽ 60 ഡിഗ്രി എടുക്കാം, 30 ഡിഗ്രി എടുക്കാം, 20 ഡിഗ്രി എടുക്കാം. സോ ഇറ്റ് ഈസ് എ ഡൈമെൻഷൻലെസ് വാരിയബിൾ.
വാല്യൂസ് വാരി ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. ഇത് ഡയമെൻഷൻ ഇല്ലാത്ത വേരിയബിൾ ആയത് കാരണം കൊണ്ട് ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് വേരിയബിൾ. ഇനി ഡയമെൻഷനുള്ള വേരിയബിൾ പറയാലോ. എത്ര എക്സാമ്പിൾ വേണമെങ്കിലും പറയാം അല്ലേ. വാരി ചെയ്യണം, വെലോസിറ്റി, വോള്യം, എന്ത് വേണമെങ്കിലും പറയാം. വാരി ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് വേരിയബിൾസിൻ്റെ കീഴിൽ കൊണ്ടുവരാം. പിന്നെ ഡയമെൻഷനും ഉണ്ടാവണം. അപ്പോൾ ഈ ലെങ്ത് ആയിക്കോട്ടെ, ബ്രെഡ്ത്ത് ആയിക്കോട്ടെ, വോള്യം, ഏരിയ, പ്രഷർ, ടെമ്പറേച്ചർ എല്ലാതും നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ ഡയമെൻഷണൽ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, ഡയമെൻഷനുള്ള വേരിയബിൾ. ഇനി കോൺസ്റ്റൻറ്റുകളുണ്ട്. ചില കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഉണ്ടായിരിക്കും, ചില കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഉണ്ടായിരിക്കില്ല. ഡയമെൻഷനുള്ള കോൺസ്റ്റൻറ്റുകളെ നമ്മൾ ഡയമെൻഷണൽ കോൺസ്റ്റൻസ് എന്നും ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻറ്റുകളെ നമ്മൾ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും. അപ്പോൾ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റിന് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമുക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, അതായത് നമുക്കറിയാം ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി F is equal to G into capital M into small m by R square. സോ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. സോ ജി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ FR²/mm അല്ലേ, FR²/m into m കിട്ടി. അപ്പോൾ ഇത് നോക്കിയേ, ഫോഴ്സിൻ്റെ എന്താണ്? mLT⁻². ദെൻ R² is length, it's L² whole divided. M is also mass, small m is also mass, so it is m². ഇത് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? m² മുകളിലേക്ക് പോവാം. അപ്പോൾ m⁻²⁻². അപ്പോൾ ഇവിടെ ഒരു m⁻1 ഉണ്ട്. അപ്പോൾ m⁻⁻1 L³ ഓക്കെ. The dimension of gravitational constant is m⁻1 L⁻3 T⁻². മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ജി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അതിന് ഡയമെൻഷൻ ഉണ്ട്. സോ ഇറ്റ്സ് എ ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ്. ഇനി ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റൻറ്റുകൾ അപ്പോൾ ഏതൊക്കെയാണ്? പൈ 3.14, പൈക്ക് ഡയമെൻഷൻ ഇല്ല. അതുപോലെ തന്നെ ഈ എക്സ്പൊണൻഷ്യൽ, അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ വി ഹാവ് ഡയമെൻഷണൽ വേരിയബിൾസ്, ഡയമെൻഷൻലെസ് വേരിയബിൾസ്, ഡയമെൻഷണൽ കോൺസ്റ്റൻറ്റ് ആൻഡ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഇത്തിരിയും കൂടിയും പറയാനുള്ളത് വേരിയബിൾസിനെ പറ്റിയിട്ടാണ്. അതായത് ഡയമെൻഷൻലെസ് വേരിയബിൾസിനെ പറ്റിയിട്ട്. അതിന് എക്സാമ്പിൾസ് ഞാൻ 1-2 കൂടി പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, തീറ്റ. ഇനി വേറൊരു എക്സാമ്പിളാണ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റീനെ തന്നെ നമ്മൾ വേറൊരു പേര് പറയും, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന്. അപ്പോൾ ഈ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെയൊക്കെ പ്രത്യേകത എന്താ? അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയോ? അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ മുകളിലും ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ വരും, താഴെയും ഡെൻസിറ്റി. ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം. സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degrees Celsius. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degree. 4 degreeക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, ബിക്കോസ് ഓഫ് ദ അനോമലസ് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ മുകളിലും ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ വരും, താഴെയും ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ വരും. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് വേരിയബിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? തീറ്റയും റിലേറ്റീവ് ഡെൻസിറ്റി, പിന്നെ അതുപോലെ സ്ട്രെയിൻ, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട് വാരി ചെയ്യുന്നത്, പക്ഷേ ഡയമെൻഷൻ ഇല്ലാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിന് എങ്ങനെയാണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻറ്റ് ഡയമെൻഷണൽ കോൺസ്റ്റൻ്റ് ആണ്. എങ്ങനെയാണ് ഡയമെൻഷണൽ ഡിറൈവ് ചെയ്യുന്നത്? E is equal to h/nu. അപ്പോൾ h ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. h is equal to E/nu. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഹാസ് ദ സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് വർക്ക് ഡൺ. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ന്യൂ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി is equal to 1/t. സോ ഫോഴ്സ് എന്ന് പറയുമ്പോൾ mLT⁻². d means again length and nu means T⁻². ഇതൊക്കെ കൂടി എഴുതുമ്പോൾ എന്ത് കിട്ടും? mL²T⁻²ൻ്റെ കൂടെ ഇവിടെ +1 വരും, -1. So this is the dimension of Planck's constant. So this is a constant with a dimension. This is a dimensional constant. അങ്ങനെ നമുക്ക് കുറേ വാല്യൂസ് ഉണ്ട്. നിങ്ങൾ ഇതിപ്പോൾ +1ൻ്റെ തുടക്കം തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ +1ലെയും +2ലെയും പഠിക്കുന്ന എല്ലാ ചാപ്റ്ററിലും നമുക്ക് ഡയമെൻഷൻ വരും. കാരണം എന്താ, ഓരോ ചാപ്റ്ററിലും നിങ്ങൾ ഓരോ ക്വാണ്ടിറ്റീനെ പറ്റിയിട്ടാണ് പഠിക്കുക. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷനും
അതിൻ്റെ യൂണിറ്റ്സൊക്കെ നമുക്ക് ഓൾറെഡി നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ അതാത് ചാപ്റ്റർ എത്തുമ്പോൾ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുന്നവരുണ്ട്. എനിവേ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഇത്തരത്തിൽ നമുക്ക് ഏത് ക്വാണ്ടിറ്റി തന്നാലും നമുക്ക് ഡയമെൻഷൻ നോക്കാൻ അറിയണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡയമെൻഷൻ അനാലിസിസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക്, അതായത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്. എന്തിനാണ് നമ്മൾ ഈ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്? നമുക്ക് മെയിനായിട്ട് 3 ആപ്ലിക്കേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു കൺവേർട്ട് വൺ സിസ്റ്റം ഇൻ ടു അനദർ. അതായത് ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഹെൽപ്പ് തേടുന്നുണ്ട്. അത് ആദ്യത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. നമുക്ക് ഫിസിക്സിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഈ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡയമെൻഷൻസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ആൻഡ് ഫൈനലി നമുക്ക് വരുന്ന മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു ഡിറൈവ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി മറ്റു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാനും നമ്മൾ ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. അപ്പം അത് ചിലപ്പോൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ആ പർട്ടിക്കുലർ ഫോഴ്സിനോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് എന്ത് ബന്ധമാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഈ ഇക്വേഷൻ ഈ ഡയമെൻഷൻ വെച്ച് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. സോ വി ഹാവ് 3 basic applications for dimensional analysis. The first one is to convert one system into another, and second one is to check the correctness of the equation, and third one is to derive the relationship between various physical quantity. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ആദ്യത്തെ ആപ്ലിക്കേഷൻ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? ടു കൺവേർട്ട് വൺ സിസ്റ്റം ഇൻ ടു അനദർ. ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ടു കൺവേർട്ട് വൺ സിസ്റ്റം ടു അനദർ. അതെങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക്? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. യു ഹാവ് ടു കൺവേർട്ട് 1 ജൂൾ ഇൻ ടു എർഗ്സ്. അതായത് ജൂൾ എന്ന് പറയുന്നത് നമ്മുടെ എനർജിയുടെ SI യൂണിറ്റ് ആണ്. അതേസമയം എർഗ് എന്ന് പറയുന്നത് എനർജിയുടെ തന്നെ CGS യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ കൺവേർട്ട് 1 ജൂൾ ഇൻ ടു എർഗ്സ്. എത്ര എർഗാണെന്ന് പറയണം. 1 ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗാണെന്ന് നമുക്ക് പറയണം. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് ഈ 1 ജൂൾ എന്ന് പറഞ്ഞാലും 1 ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗാണോ അത് രണ്ടും സെയിം ക്വാണ്ടിറ്റിയാണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം ആണ്. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? N1U1 = N2U2. അതായത് ഈ 1 ജൂൾ എന്ന് പറഞ്ഞാൽ N1U1 ആണ്, അത് തന്നെയാണ് N2U2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏത് സിസ്റ്റത്തിലോട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ സിസ്റ്റത്തിന് നമുക്ക് ഈ ഭാഗത്തുള്ള ഇൻഡെക്സ് ആയിട്ട് എടുക്കാം. സോ ദാറ്റ് എന്താണ് നമ്മുടെ N2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. N2 = N1 × U1/U2. തെറ്റില്ലല്ലോ, ഇങ്ങനെ എഴുതിയാൽ തെറ്റില്ലല്ലോ. ഇനി എന്താണ് N1 എന്താണ് U1 എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ലെറ്റ് U1 എന്ന് പറയുന്നത് നമുക്ക് എന്താ M ഉണ്ടായിരിക്കും, അതിൽ L ഉണ്ടായിരിക്കും, T ഉണ്ടായിരിക്കും. ഈ M-ൽ നമ്മൾ M1 L1 T1 എന്ന് കൊടുക്കണം. അതുപോലെ ഇതിനെ M⁴A L⁴B T⁴C ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ U1. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ U1 എന്ന് എടുക്കുന്നത് ജൂളിൻ്റെയാണ്. സോ ജൂളിൽ M1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ജൂൾ SI യൂണിറ്റ് ആണ്. സോ മാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ കിലോഗ്രാം. L1 എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. T1 എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. ഇനി U2-നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? U2 എന്ന് പറയുന്നത് M2 L2 T2 ⁴A ⁴B ⁴C. നമുക്ക് ഈ പവേഴ്സ് ABC എന്ന് പറയുന്ന പവേഴ്സ് എന്താണ് നമുക്കറിയില്ല. അത് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കൺവേർഷൻ ശരിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് U2-ൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം.
U2 എന്ന് പറയുമ്പോൾ CGS ആണ്. CGS എന്ന് പറയുമ്പോൾ നമ്മുടെ M2 എന്ന് പറയുന്നത് ഏതായിരിക്കും? മാസ് ഇൻ ഗ്രാംസ്. L2 എന്ന് പറയുന്നത് എന്തായിരിക്കും? L2 ഇൻ സെൻറ്റിമീറ്റർ. ആൻഡ് T2 എന്ന് പറയുന്നത് സെക്കൻഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ യൂണിറ്റുകളൊക്കെ ഇതാ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? N1 ഇൻറ്റു U1 എന്ന് പറയുമ്പോൾ M1 റേസ് ടു A, L1 റേസ് ടു B, T1 റേസ് ടു C ഹോൾ ഡിവൈഡഡ് ബൈ U2 എന്ത് വരും? M2 റേസ് ടു A, L2 റേസ് ടു B, T2 റേസ് ടു C. ഞാൻ ഇതിനെയൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണേ. അപ്പോൾ എന്ത് വരും? N1 ഇൻറ്റു M1 ബൈ M2 ഹോൾ റേസ് ടു A, L1 ബൈ L2 ഹോൾ റേസ് ടു B, T1 ബൈ T2 ഹോൾ റേസ് ടു C. ദാ ഇത്രയും കിട്ടിയില്ലേ നമുക്ക്? ഇനി ആണ് നമ്മളുടെ കാര്യം കിടക്കുന്നത്. നമുക്ക് ഇതിനെ എർഗിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് CGS യൂണിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ M1 എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ് അല്ലേ? കിലോഗ്രാമിനെ ഗ്രാം ആക്കാം. ലെങ്ത്തിനെ സെൻറ്റിമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. ടൈം സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഞാനിനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇവിടെ എഴുതാൻ പോവാണേ. ഓക്കെ, സോ വി ഗോട്ട് N1 ഇൻറ്റു M1 എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആയിരുന്നു അല്ലേ? കിലോഗ്രാം ബൈ ഗ്രാം ഹോൾ റേസ് ടു A, മീറ്റർ ബൈ സെൻറ്റിമീറ്റർ ഹോൾ റേസ് ടു B, സെക്കൻഡ് ബൈ സെക്കൻഡ് ഹോൾ റേസ് ടു C. ഇനി N1 ഇൻറ്റു കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 റേസ് ടു 3 ഗ്രാം ബൈ ഗ്രാം ഹോൾ റേസ് ടു A, നെക്സ്റ്റ് 10 റേസ് ടു 2 സെൻറ്റിമീറ്റർ ബൈ സെൻറ്റിമീറ്റർ ആൻഡ് സെക്കൻഡ് ബൈ സെക്കൻഡ് ഹോൾ റേസ് ടു C. ഓക്കെ, ഗ്രാം കട്ട് ചെയ്ത് പോയി, സെൻറ്റിമീറ്റർ സെക്കൻഡ് കട്ട് ചെയ്ത് പോയി. സോ വാട്ട് റിമൈൻസ്? N1 ഇൻറ്റു 10 റേസ് ടു 3 ഹോൾ റേസ് ടു A, നെക്സ്റ്റ് 10 റേസ് ടു 2 ഹോൾ റേസ് ടു B ആൻഡ് 1 റേസ് ടു C. ഇനി നമുക്ക് ശ്രദ്ധിക്കണം, നമുക്കൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കണം. എന്താണ്? ഇവിടെ ജൂളാണ് ഇപ്പുറത്തുള്ളത്. ജൂൾ എന്ന് പറയുമ്പോൾ ജൂൾ ഇസ് ദ ഡയമെൻഷൻ ഓഫ് എനർജി. എനർജിയുടെ ഡയമെൻഷൻ എന്താണ്? വർക്കിൻ്റെ അതേ ഡയമെൻഷനാണ്. ദാറ്റ് ഈസ് ml² T⁻²-2 ml²T⁻²-2 അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ml T⁻² ഇൻറ്റു L. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എനർജി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ആൻസർ എന്തായിരുന്നു? ഇതിനെ ഞാൻ പതുക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതാ ഇതിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് m⁻⁴ L⁻², T⁻² ഈക്വൽ ടു N1 ഇൻറ്റു 10⁻³ ഹോൾ റേസ് ടു A, 10⁻² ഹോൾ റേസ് ടു B ആൻഡ് 1 റേസ് ടു C. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ കോയിഫിഷ്യൻസിനെയൊക്കെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എമ്മിൻ്റെ കോയിഫിഷ്യൻറ്റ്, അതായത് ഇതെന്താണ്? എമ്മിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇതിൽ നിന്ന് A = 1 എന്ന് കിട്ടും, B = 2 എന്ന് കിട്ടും, C = -2 എന്നും കിട്ടും. ഇനി ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് എന്ത് കിട്ടും? നമ്മളുടെ അവർ ഫൈനൽ എയിം ഇസ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ N2. N2 is equal to N1 into 10⁻³ whole raised to 1, 10⁻²2 whole raised to 2, 10 and 1 raised to -2. So it is N1 into 10³ into 10⁻⁴ into 1. That is എന്ത് വരും? നമ്മുടെ N2 എന്ന് പറയുന്നത് എന്തായിരിക്കും? N1 എന്ന് പറയുന്നത് 1 ജൂളാണ്. സോ N1 is 1. So our N2 is equal to 1 into 10⁻⁷ അത്രയ്ക്കും എർഗ്. സോ എന്താണ്? നമുക്ക് എന്ത് കിട്ടി? 1 ജൂൾ എന്ന് പറയുന്നത് എത്ര എർഗാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁷ എർഗ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ 1 erg എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് 10⁻⁻7 ജൂൾ. ഓർത്ത് വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഫോഴ്സിൻ്റെ. കൺവേർട്ട്, ഒരു ഹോംവർക്ക് ചെയ്തോ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ, കൺവേർട്ട് 1 Newton ഇൻറ്റു എന്താണ്, വാട്ട് ഈസ് ദ CGS യൂണിറ്റ് ഫോർ ഫോഴ്സ്? ഇറ്റ് ഈസ് ഡൈൻ. കൺവേർട്ട് 1 Newton ഇൻറ്റു ഡൈൻ ചെയ്ത് നോക്കൂ. ഇതുപോലെ ഇത് തിരിച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് മീറ്ററിനെ സെൻറ്റിമീറ്ററിലാക്കുകയും കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് ആക്കുകയൊക്കെ ചെയ്തത്. ഇനി നമുക്ക് നേരെ തിരിച്ച് ചെയ്യണതായിരിക്കും. അതായത് എർഗ്, കൺവേർട്ട് 1 erg ഇൻറ്റു ജൂൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും SI യൂണിറ്റിലോട്ട്, അതായത് എല്ലാത്തിനും ഗ്രാമിനെയൊക്കെ കിലോഗ്രാമിലേക്ക്, മീറ്ററിനെയൊക്കെ സെൻറ്റിമീറ്ററിനെയൊക്കെ മീറ്ററിലേക്ക്, പിന്നെ സെക്കൻഡ് അതുപോലെ തന്നെ ഇട്ടാൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഒക്കെ മൈനസ് വരും. അങ്ങനെയാണ് നമുക്കിവിടെ -7 വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൗ ടു കൺവേർട്ട് വൺ സിസ്റ്റം ടു അനദർ എന്നുള്ളത് ഡൈമെൻഷണൽ അനാലിസിസ് വെച്ച് ചെയ്യുന്നത്. ദിസ് ഈസ് ദ കൺവേർഷൻ വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്ത ആപ്ലിക്കേഷൻ നോക്കാം. ഡയമെൻഷൻ അനാലിസിസിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനാണ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. നമുക്കൊരു ഫിസിക്സിലത്തെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നാൽ അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് നമുക്ക് ഡയമെൻഷൻ വെച്ച് ചെക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുൻപ് നമുക്കൊരു കാര്യം അറിയണം. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്? ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതായത് നമുക്കൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലുള്ള ഡയമെൻഷനും ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡയമെൻഷനും സെയിം ആയിരിക്കണം. ഇനി ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നിൽ കൂടുതൽ ടേംസ് ഉണ്ടെന്ന് വിചാരിക്കൂ, 2 or 3 ടേംസ് ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ 2 or 3 ടേംസ് ആണെങ്കിലും ഇതിൽ ഓരോ ടേമും ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഡയമെൻഷനായിട്ട് ഈക്വൽ ആയിരിക്കണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. According to the principle of homogeneity, the dimension of an equation should be correct with both the sides. മനസ്സിലായോ? അത് മാച്ചിങ് ആയിരിക്കണം. ഇപ്പുറത്തെ സൈഡിലുള്ളതും ഇപ്പുറത്തെ സൈഡിലുള്ളതും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ ഇക്വേഷൻ ശരിയാണെന്ന് നമ്മൾ പറയുള്ളൂ. അതർവൈസ് ദ ഇക്വേഷൻ ഇസ് റോങ്. ഓക്കെ, സോ വി ക്യാൻ ഷോ ദിസ് വിത്ത് എൻ എക്സാമ്പിൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ് കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്. ദാറ്റ് ഈസ് S is equal to ut plus half at square. That is, this is equation for displacement, ut plus half at square. ഇവിടെ നോക്കൂ, ഈ ഇക്വേഷനിൽ 2 ടേംസ് ഉണ്ട്. അപ്പോൾ ഈ ഹോമോജിനിറ്റി വെച്ചിട്ട് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് നമുക്ക് എന്താണുള്ളത്? ഈ യുടെ ഡയമെൻഷനും എസിനോട് ഈക്വലൻ്റ് ആയിരിക്കണം, AT² ഡയമെൻഷനും എസിനോട് ഈക്വലൻ്റ് ആയിരിക്കണം. അതാണോ എന്ന് ചെക്ക് ചെയ്യാം. അതാണ് എങ്കിൽ ഇക്വേഷൻ ശരിയാണ്, അത് സെയിം അല്ല എങ്കിൽ ഇക്വേഷൻ തെറ്റാണ്. സോ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ദ ഡയമെൻഷൻ ഈസ് L. നെക്സ്റ്റ് ut മീൻസ് u is initial velocity and t is time. So what is the dimension of velocity? Is L t⁻⁻1 and time it is t. So we have ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ L t-1ഉം t+1ഉം, അപ്പോൾ L എന്ന് വരും. സോ യുടെ ഡയമെൻഷൻ എസ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. It holds good. Next we have AT². A means acceleration. L t⁻², then t². So again the dimension is L. So AT² is also having the same dimension as that of displacement. So this equation is dimensionally correct. ഇനി വേറൊരു ഇക്വേഷൻ നോക്കാം. That is kinetic energy, mgh equal to half mv². That is പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി. അതായത് ഏതെങ്കിലും നമ്മൾ ടോട്ടൽ എനർജി കൺസർവേഷനിൽ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അവിടെ തന്നെ നമ്മൾ എന്താണ് ചില ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ സ്റ്റോൺ താഴേക്ക് ഇടുന്ന സമയത്ത് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, മിഡിൽ റീജിയനിൽ എത്തുമ്പോൾ എന്താണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. m means mass, this is m. g is acceleration, L t⁻², and h is L. So the dimension is m L² t⁻². Now we can this is of mgh.
Okay, next we have to calculate half mv square. What is the dimension of half mv square? M, yes, then v square lt raised to minus 1 whole square. So what is it? M L square t raised to minus 2. T raised to minus 2. So this both this formulas, that is mgh and half mv square, has same dimension. So this is dimensionally correct. Okay, ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഡയമെൻഷണൽ ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫൈനൽ നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ഡെഡ്യൂസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡയമെൻഷൻ്റെ സഹായം തേടാമെന്നാണ് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ഡെഡ്യൂസിങ് റിലേഷൻഷിപ്പ് among various physical quantities. ഇതാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇപ്പം ഇതെങ്ങനെയാണ് ഇത് ചെയ്യണതെന്ന് നോക്കാം. അതായത് നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മളൊരു കല്ലൊരു നൂലുമിട്ടിട്ട് തിരിക്കുമ്പോൾ ആ നൂലിൽ കൂടി ഉള്ളിലോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടാവും, which provides the acceleration. Okay, അതിനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് അറിയാം, അതായത് ഈ നൂല് കല്ലിലിട്ട് തിരിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും? ആ കല്ലിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഇനി അതൊരു സർക്കുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റേഡിയസിനോട് ഡിപ്പെൻഡൻസി ഉണ്ടാവും. ആൻഡ് ഓൾസോ ഈ കല്ല് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയോടും ഡിപ്പെൻഡൻസി ഉണ്ടായിരിക്കും. ഒന്ന് ഓർക്കണം, ശ്രദ്ധിക്കണം. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് ഞാൻ നൂലിൽ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈമേലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, നൂലിൽ കൂടി കൈമ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏതൊക്കെ ക്വാണ്ടിറ്റീസായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാം കല്ലിൻ്റെ മാസിനോട് ഡിപ്പെൻഡൻസി ഉണ്ട്, വെലോസിറ്റിയോട് ഡിപ്പെൻഡൻസി ഉണ്ട്, ആൻഡ് ഓൾസോ റേഡിയസ് ഓഫ് ദി സർക്കുലർ മോഷൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, പക്ഷേ ഇക്വേഷൻ എന്താണെന്ന് എനിക്കറിയില്ല, ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദിസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ്, വെലോസിറ്റി ആൻഡ് റേഡിയസ്. അപ്പോൾ ഇതെനിക്ക് അറിയാത്ത കാരണം കൊണ്ട് ഞാനിതിന് എം റേസ് ടു എ, വി റേസ് ടു ബി, ആർ റേസ് ടു സി എന്ന് കൊടുക്കുക. നമുക്കറിയില്ലല്ലോ. ഇനി നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പുറത്ത് എഫ് ആയ കാരണം കൊണ്ട് എഫിൻ്റെ ഡയമെൻഷൻ നമുക്ക് സുഖമായിട്ട് എഴുതാം അല്ലേ. എം എൽ ടി റേസ് ടു മൈനസ് 2 എന്ന് എഴുതാം. ആൻഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദിസ് ഇസ് മാസ്. മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയമെൻഷൻ എം റേസ് ടു എ. വെലോസിറ്റി ഇറ്റ് ഈസ് എൽ ടി റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു ബി. ആൻഡ് റേഡിയസ് ഇസ് എൽ റേസ് ടു സി. ഓക്കെ, അപ്പോൾ ഞാനിനി ഇതിനെ ഒരുമിച്ച് എഴുതാൻ പോവാണ് കേട്ടോ. ഒരുമിച്ച് എഴുതുമ്പോൾ എം റേസ് ടു എ, എൽ റേസ് ടു ബി പ്ലസ് സി. ഒരു എൽ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, 2 എൽ ഉണ്ട് അല്ലേ. എൽ റേസ് ടു ബി പ്ലസ് എൽ റേസ് ടു സി. ആൻഡ് ഫൈനലി വി ഹാവ് ടി റേസ് ടു മൈനസ് ബി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോഎഫിഷ്യൻസിനെ ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടത്തെയും കോഎഫിഷ്യൻറ്റ് ഇവിടെ എന്താണ്? എമ്മിന് 1 ആണ്. എം റേസ് ടു 1 ഈക്വൽ ടു എം റേസ് ടു എ. അപ്പോൾ എന്താണ് ഇത്? ഇംപ്ലൈസ് എന്താണ് കാണിക്കുന്നത്? എ ഈക്വൽ ടു 1. ഓക്കെ, ഇനി അടുത്തത് എല്ലിനും ഇവിടുത്തെ എല്ലിനും ഇക്വേറ്റ് ചെയ്യാം. ഹിയർ എൽ റേസ് ടു 1 ഈക്വൽ ടു എൽ റേസ് ടു ബി പ്ലസ് സി, വിച്ച് ഇംപ്ലൈസ് ബി പ്ലസ് സി ഈക്വൽ ടു 1. അവിടെ നിൽക്കട്ടെ, ബി പ്ലസ് സി അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ടിയും ടിയും ഇക്വേറ്റ് ചെയ്യാം. ടി റേസ് ടു മൈനസ് 2 ഈക്വൽ ടു ടി റേസ് ടു മൈനസ് ബി. ടി റേസ് ടു മൈനസ് ബി. സോ എന്ത് കിട്ടി നമുക്ക്? ഹിയർ ബി ഈക്വൽ ടു മൈനസ് 2, മൈനസ് ബി ഈക്വൽ ടു മൈനസ് 2. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബി ഈക്വൽ ടു 2 കിട്ടിയല്ലോ. അപ്പോൾ ബി ഈക്വൽ ടു 2 കിട്ടിക്കഴിഞ്ഞാൽ ബി പ്ലസ് സി നമുക്ക് അതിൽ നിന്ന് സി കണ്ടുപിടിച്ചൂടെ? ബി പ്ലസ് സി ഈക്വൽ ടു 1. ബി 2 ആണ്. അപ്പോൾ 2 പ്ലസ് സി ഈക്വൽ ടു 1. സോ വാട്ട് ഈസ് സി? സി ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയും ബിയും സിയും കിട്ടി. വാട്ട് ഈസ് അവർ എ? എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു മൈനസ് 1.
ഇനി നമുക്കിത് നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? we will be getting the relation as f proportional to m raised to a, that is m raised to 1, b raised to b, that is b raised to 2, sorry, c is minus 1, that is r raised to minus 1. Or in other words, it is mv square by r. So if you have to remove this proportionality sign, we have to introduce a constant. What is the value of constant? We don't know. So I am introducing just a constant here, and f is equal to k into mv square by r. Okay? നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആർ അല്ലേ, ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ, അതായത് നമുക്കറിയില്ല, നമുക്ക് ക്വാണ്ടിറ്റീസ് മാത്രമേ തരുള്ളൂ. ഇപ്പുറത്തുള്ള ക്വാണ്ടിറ്റി ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡിപ്പെൻഡ് ചെയ്യണമെന്ന് മാത്രം തരും. അത് വെച്ചിട്ട് നമ്മൾ റിലേഷൻ, അതിൻ്റെ പവറുകൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട്, അതായത് ഡെഡ്യൂസിങ് റിലേഷൻഷിപ്പ് ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം, റിലേഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡയമെൻഷൻ ഉപയോഗിക്കാം. ദിസ് ഇസ് ദ ഫൈനൽ, അതായത് മൂന്നാമത്തെ നമ്മൾ ഈ ഫോക്കസ് ഏരിയ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതായിരുന്നു നമുക്ക് ഡയമെൻഷൻ കൊണ്ടുള്ള മേജർ അഡ്വാൻറ്റേജസ്. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഡയമെൻഷൻസിന്. ഡയമെൻഷനുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസ്റ്റൻറ്റുകളുണ്ട് അല്ലേ. കോൺസ്റ്റൻറ്റുകളെ പറ്റിയൊന്നും ഒരു ഐഡിയ നമുക്ക് തരുന്നില്ല. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ 1/4πε0 Q1 Q2 r square ആണ്. അപ്പോൾ ഈ 1/4πε0 അവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റ് ആ വാല്യൂവിലേക്ക് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്കറിയില്ല അറിയാണ്ട് വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഫോഴ്സിൻ്റെ വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഡയമെൻഷൻ ഉണ്ട്. അതായത് കോൺസ്റ്റൻറ്റുകളെ പറ്റി യാതൊരു വിവരവും നമുക്ക് തരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമുക്കൊരു 3ൽ കൂടുതൽ ക്വാണ്ടിറ്റീസായിട്ട് റിലേഷൻഷിപ്പ് വരാണെന്നുണ്ടെങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് വെച്ചിട്ട് ചെയ്യാൻ എളുപ്പമല്ല, അത്ര എളുപ്പമാവില്ല. അപ്പോൾ അതൊരു മേജർ ഡ്രോബാക്കാണ്. അപ്പോൾ 3ൽ കൂടുതൽ ഒക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അതേപോലെ ലോഗരിതമിക് സീരീസ് അല്ലെങ്കിൽ ലോഗരിതം, എക്സ്പൊണൻഷ്യൽ, ഇതിനെ പറ്റിയൊന്നും നമുക്ക് എന്താ പറയുക നമ്മുടെ ഡയമെൻഷനിൽ കാര്യമായിട്ടൊരു ഒന്നും പറയണ കേൾക്കാനില്ല. കാരണം എന്താ, നമുക്കറിയാം ട്രിഗ്നോമെട്രിക് റേഷ്യോനെ പറ്റി പറയുകയാണെങ്കിൽ ഡയമെൻഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ടി റേഷ്യോസ്, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, കോട്ട് തീറ്റ, ഇതിനൊന്നും തന്നെ ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വേവ്സും ഓസിലേഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ ഫുൾ നമുക്ക് സൈൻ ആൻഡ് കൊസൈൻ വേവ്സ് ആണ്. അപ്പോൾ ശരിക്കും ഈ സൈൻ്റെയും കൊസൈൻ്റെയും വാല്യൂ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈൻ്റെയും കൊസൈൻ്റെയും വാല്യൂ ഡയമെൻഷൻ ഉപയോഗിക്കുമ്പോൾ 0 ഡയമെൻഷൻ അനാലിസിസിൽ നമുക്ക് 0 ആണ്, അല്ലെങ്കിൽ m⁻⁴, l⁻⁴, t⁻⁴, അല്ലെങ്കിൽ 1 ആണ് നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. എനി ക്വാണ്ടിറ്റി ⁻⁴ ഇറ്റ്സ് 1. അങ്ങനെ വന്നു കഴിയുമ്പോൾ സൈൻ തീറ്റയ്ക്കും കോസ് തീറ്റയ്ക്കും ഒന്നും ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഈ സൈൻ തീറ്റേനെ പറ്റിയും ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അതുപോലെ ലോഗരിതം, ഇതിനെ പറ്റിയൊന്നും നമുക്ക് ഡയമെൻഷൻ കാര്യമായിട്ടുള്ള ഒരു വിവരവും തരുന്നില്ല. അതൊരു ഡ്രോബാക്കാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മെജോറിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും നല്ല ആപ്റ്റായിട്ടുള്ളൊരു ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് പലപ്പോഴും ഡയമെൻഷനിൽ നിന്ന് കിട്ടാറില്ല. അതാണ് ഡയമെൻഷൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോക്കസ് ഏരിയ നമുക്ക് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ വരെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ചാപ്റ്ററിലത്തെ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ നന്നായി പഠിക്കണം. പോർഷൻ ഓൾറെഡി റെഡ്യൂസ് ചെയ്തിട്ടുള്ള കാരണം ഈ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇത് വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പ്രോബ്ലമൊക്കെ ചെയ്ത് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ തുടർന്ന് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. അവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.